ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ, അതായത് വെള്ളിയാഴ്ച, നമ്മൾ എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇപ്പാനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇപ്പാന് ഇപ്പോൾ എനിക്ക് ചായയൊക്കെ വാങ്ങിച്ച് തന്ന വിശേഷങ്ങളും, പിന്നെ നമ്മൾ ജിമ്മിൽ പോയിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്ത വിശേഷങ്ങളും, പിന്നെ നമ്മൾ വെള്ളിയാഴ്ച അല്ലേ ഇപ്പോൾ കുറച്ച് ബീഫ് കറി വെച്ചിരുന്നു, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും, പിന്നെ എൻ്റെ മോളുടെ ബ്രൈഡൽ ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ പ്രതീക്ഷകൾ. അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഏകദേശം ഒരു മാസത്തെ റെസ്റ്റിന് ശേഷമാണ് കേട്ടോ ജിമ്മിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നുമോളാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ രാവിലെ 7 മണിക്കാണ് ജിമ്മിന് പോകാറ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇന്നുമോളോട് പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നീ ഉണ്ടാക്കണം, ലഞ്ച് ഞാൻ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജോലിയും കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് ജിമ്മ് കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈത്തപ്പഴം പിന്നെ കുറച്ച് കാഷ്യൂ കൂടിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. അതാണ് പുതിയ പ്ലാൻ കേട്ടോ. ഇപ്പോഴത്തെ ഈ ഈത്തപ്പഴം കുറച്ച് കീടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വാഷൊക്കെ ചെയ്ത് തൊലിച്ച് നോക്കി അതിൽ പുഴൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ചൂടുവെള്ളം ഒഴിച്ച് വെക്കണത് കേട്ടോ. ഇനി ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് നമുക്ക് നേരെ ജിമ്മിൽ പോകും. പിന്നെ നമ്മൾ ഇന്നുമോള് പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ആള് മാഷാ അല്ലാഹ്, അതിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് 1K ഒക്കെ ഈസി ആയിട്ട് കടന്നു കിട്ടി. നിങ്ങൾ പലരും സപ്പോർട്ട് കൊണ്ടാണ് അത് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഓളും കൂടെ ഒന്ന് ചാനലൊക്കെ തുടങ്ങി ഉഷാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ കുറേ പ്രാരബ്ധങ്ങളൊന്ന് ഒഴിഞ്ഞു കിട്ടും. അങ്ങനെ അപ്പോൾ നമ്മൾ രാവിലെ അപ്പോൾ ഇന്നുമോളാണ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇന്നുമോളാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ്. ഞാൻ ആദ്യം ഒരു 8-8 മണിക്കല്ലേ ജിമ്മിൽ പോയിരുന്നത്. അപ്പോൾ ജിമ്മിക്ക് പോയിട്ട് തിരിച്ചിട്ട് 11:30 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബോഡി പെയിൻ കാരണം നമുക്ക് ആ ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല. വീഡിയോ എഡിറ്റിങ്, ഷൂട്ടിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ രാവിലെ 7 മണിക്ക് പോണ സിസ്റ്റം തന്നെ വീണ്ടും ആക്കി കേട്ടോ. അപ്പോഴാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ആ ജിമ്മിൽ പോകണം എന്നുള്ള ആ ഒരു ഉഷാറും കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ജിമ്മിൽ വന്നപ്പോൾ ഇവിടെ റിസപ്ഷനിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം ജിമ്മിലേക്ക് പോയിട്ട് സെറ്റാവട്ടെ എന്ന് കരുതി ഞാനൊരു കുറേ ദിവസം ഒരു ഗ്യാപ്പ് എടുത്തിരിക്കണം. അപ്പോൾ ഇനി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയും കാലും മനങ്ങാൻ പറ്റാത്ത വിധത്തിൽ വേദന ഉണ്ടാവും. അതും എനിക്ക് ഞാൻ ഇപ്രാവശ്യം ജിമ്മിലേക്ക് വരുമ്പോൾ തന്നെ വിചാരിച്ചിരിക്കണം കുറച്ച് കാർഡിയോ കൂടുതലായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണം. കാരണം കൈയും കാലൊന്നും അനങ്ങാത്ത പോലെ ഒരു മരവിച്ച പോലത്തെ ഒരു അവസ്ഥയുണ്ട് എനിക്ക്. അപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കൂട്ടണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ ട്രെയിനർ നല്ല സൂപ്പറാണ് കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മൾ ചില സമയത്ത് അധികം ക്രൗഡ് ഉണ്ടാവില്ല. അത് കാരണം നമുക്ക് വർക്കൗട്ട് ചെയ്യാനും ക്രൗഡ് ഉണ്ടായാലും രസമാണ് കേട്ടോ. പക്ഷേ നമുക്ക് നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ജിമ്മും നല്ല വലിയ ജിമ്മാണ്. അപ്പോൾ പിന്നെ വർക്കൗട്ട് ചെയ്യൽ അവിടെ ജിമ്മിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം ഭയങ്കര രസമാണ്. അതിപ്പോൾ എനിക്ക് ജിമ്മിൽ പോകുക എന്നുള്ളത് എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആദ്യം മുതലേ വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളുമാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ജിമ്മ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ നമ്മളെ ട്രെയിനർ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് എനിക്കും ഈ വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ബോഡി സ്ട്രെങ്ത്തൊന്നും എനിക്കിപ്പോൾ ആയിട്ടില്ല. നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പുതിയ പ്രതീക്ഷകളാണല്ലോ നമ്മളൊക്കെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. നമ്മളെ ട്രെയിനർക്ക് ഒരു കൈയൊക്കെ കൊടുത്ത് നമ്മൾ ജിമ്മിൽ നിന്ന് നേരെ യാത്രയായി. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8:30 സമയക്കാര്. സായിക്കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവില്ല. സായിക്കുട്ടി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എത്തിച്ചേരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നു. കുറച്ച് നേരം ഞാൻ സിറ്റൗട്ട് റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പം നമ്മൾ 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടോ. ബീഫ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരികയാണ് ചെയ്തത്. അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ കൂടി തന്നെ അത്യാവശ്യം 100 രൂപയിൽ കവയും. അപ്പോൾ നമ്മൾ സായിക്കുട്ടി അങ്ങനെ സ്കൂളിൽ പോകുന്നു കേട്ടോ. സേഫായിട്ട് പോയിട്ട് വരും കേട്ടോ. നമുക്കും വരുന്നില്ലേ. സായിക്കുട്ടി അന്നൊക്കെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് പോകുമ്പോൾ വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ കുറേ ദൂരത്തേക്കുള്ള സ്കൂളിലേക്കാണ് നടന്നു പോകുന്നത്. ഒക്കെ അവനും പഠിക്കട്ടെ എങ്ങനെയാണ് എല്ലാ സിറ്റുവേഷനിലും ജീവിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സമയം കേട്ടോ. എൻ്റെ അമ്മച്ചിക്ക് ഞാൻ മാക്സിലിട്ട് വീഡിയോ ചെയ്യണതേ ഇഷ്ടമല്ല, അതായത് പഴയ ഡ്രസ്സുകൾ ഇട്ടിട്ട്. പക്ഷെ അമ്മച്ചിനോട് ക്ഷമിച്ചാലുള്ള പറ്റില്ല. എനിക്ക് ജോലി ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വർക്കിംഗ് മാക്സി ഇടണം അമ്മച്ചിയെ. ഇപ്പോൾ എൻ്റെ വർക്കിംഗ് മാക്സി ഈ മാക്സിയാണ് കേട്ടോ. അതുകൊണ്ട് അമ്മച്ചി ഒന്ന് ക്ഷമിച്ചാൽ ഞാൻ എൻ്റെ വർക്കിംഗ് മാക്സി ഒക്കെ ഇട്ടിട്ട് നേരെ ബീഫ് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
അതായത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലല്ലേ ബീഫ് കൊടുന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടു. രാവിലെ നമ്മൾ വെറും കട്ടൻ കാപ്പി മാത്രം കുടിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി ജോലികളിലേക്ക് ഏർപ്പെടാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നുമോളും നല്ല ദോശയും പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിരുന്ന ബ്രിഞ്ചാളിൻ്റെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ബീഫ് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ താമസമാക്കിയിട്ട് വാങ്ങിക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യത്തെ ബീഫാണ് കേട്ടോ. ബീഫ് നമുക്ക് എപ്പോഴും കിട്ടാറില്ല. ഇപ്രാവശ്യം ബീഫ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് ബീഫൊക്കെ വരുത്തി. പിന്നെ നിലത്തിരുന്നിട്ട് കുറച്ച് ഉള്ളി, ഈ ചെറിയ ഉള്ളി വെച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കുക്കു FM നല്ലൊരു സ്റ്റോറി ഈ ഇയർഫോണിൽ ഇട്ടിട്ട് കേട്ടും കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ആരും പേടിക്കേണ്ട, അത് കുക്കു FM പരസ്യമല്ല. ഇതിൻ്റെ പേഴ്സണലി ഒരു ഇഷ്ടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുക്കു FM പിന്നെ ഇയർഫോൺ മാറ്റിയിട്ട് ഞാൻ ബോക്സിൽ കഥ കേട്ടിട്ടാണ് പിന്നെ ബാക്കി ജോലി ചെയ്തത്. സർ, ഞാൻ ഹോട്ടൽ മാനേജർ എന്തോ പറയാൻ വന്നതും രാഹുൽ കൈയെടുത്ത് വിലക്കി. എന്നിട്ട് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഇല്ല, ബോഡി കിട്ടിയ ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾ പലരും ചോദിച്ച ഒരു ഡൗട്ടിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മൾ സ്വിമ്മിങ് കോച്ചിങ്ങിന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ സ്വിമ്മിങ് കോച്ചിന് ഇത് എവിടെയാണ് പോകുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ റിപ്ലൈ തരാൻ ഞാൻ പലർക്കും പറഞ്ഞിരുന്നു കേട്ടോ. ഇത് നമ്മൾ സ്വിമ്മിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലോറിൻ അടങ്ങിയ വെള്ളമല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് പോകുക കേട്ടോ. ഇത് ഇന്നുമോൾ കവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ നനഞ്ഞ തുണികൾ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ കോച്ചിങ് കഴിഞ്ഞു. ഇവിടെ ഇന്നുമോൾക്കും സായിക്കുട്ടിക്കും വെള്ളം എന്ന് പറഞ്ഞാൽ പോലും പേടിയുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ അത്യാവശ്യം വെള്ളത്തിൽ നീന്താൻ പഠിച്ചു. നീന്തൽ നമ്മൾ പ്രാക്ടീസിലൂടെയാണ് നമുക്കത് ഭയങ്കരമായിട്ട് വയ്ക്കുക. പക്ഷേ വെള്ളത്തിനോടുള്ള പേടിയും വെള്ളത്തിൽ എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ കയ്യും കാലും അടിച്ചിട്ട് കരക്കെത്താനുള്ള ആ ഒരു ധൈര്യം മാത്രമല്ല, നീന്താനുള്ള ചെറിയൊരു കഴിവും അവർക്ക് രണ്ടുപേർക്കും കിട്ടി കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അത് ഒരു ആൾക്ക് ഒരു ഹെഡിന് 2500 രൂപയാണ് നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ രണ്ട് കുട്ടികളുടെ കാരണം കൊണ്ട് നമുക്ക് 2000 രൂപക്കാണ് ഇത് കിട്ടിയത്. നമ്മൾ 2-3 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിലയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ തരും. പിന്നെ സ്വിമ്മിങ് പൂളാണെങ്കിലും പഠിപ്പിക്കുന്ന സാറാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. എനിക്ക് പൈസ തന്നിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല കേട്ടോ. ഇതും എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെരിന്തൽമണ്ണ ക്രക്സ് ലൈഫ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ നിങ്ങൾ നീന്താൻ വരുമ്പോൾ എൻ്റെ പേരൊന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടുത്തെ മുതലാളി അറിയട്ടെ, എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് അവരെ പൂളിലേക്ക് നീന്താൻ വരുന്നുണ്ട്. അടുത്ത വിശേഷം എന്ന് പറയുന്നത് നമ്മളെ ഇന്നുമോളെ ബ്രൈഡൽ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഇവർ 2 സിസ്റ്റേഴ്സ് ആയിരുന്നു. അവർ വന്നിട്ടാണ് ബ്രൈഡാക്കി മാറ്റിയത് ഇന്നുമോൾക്ക് എന്തായാലും 20 വയസ്സ് കല്യാണപ്രായമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ നമ്മളെ മക്കളെ കല്യാണ വേഷത്തിൽ കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ബ്രൈഡൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ ആ ആഗ്രഹം കൂടിയാണ് കേട്ടോ സാധിക്കുന്നത്. ലെൻസൊക്കെ മാറ്റി നീലി പെണ്ണായിട്ടുണ്ട്. ഇത് ഏതാണ് കളറ്? സ്മോക്കി ഗ്രേ. അടുത്ത പ്രാവശ്യം ഇതൊന്നും പിടിക്കണം. എന്തിന്? മേക്കപ്പ് ഇട്ടാലുള്ളത് രസം ഉണ്ടാവില്ല. ശരി, ഉണ്ടാവില്ല. എന്നാലും നീലി പെണ്ണായിക്കോ. കറച്ചിട്ട് മാറ്റി. അമ്മേ, ഞാൻ തന്നെ പേടിച്ചു പിടി. ഇവരുടെ ഡീറ്റെയിൽസ് ഇന്നുമോളുടെ ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൾ തരും കേട്ടോ. എനിക്ക് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. എന്തായാലും അവർ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത്. എനിക്ക് മറ്റേ ഇന്നുമോൾ ബ്രൈഡായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു എനിക്കും ഇങ്ങനെ ബ്രൈഡൽ ഫോട്ടോഷൂട്ട് നടത്തണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്, എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണ് എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തന്നെ ഇത്താനും ബ്രൈഡാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും ബ്രൈഡൽ ഫോട്ടോഷൂട്ടിന് ഒരു മോഡൽ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് കേട്ടോ ചെയ്യാൻ. പക്ഷേ എനിക്ക് നല്ല റെഡ് കളർ ഡ്രസ്സ് വേണേ, എനിക്ക് ഗോൾഡൻ കളറൊന്നും പറ്റത്തില്ല. അങ്ങനെ അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇന്നുമോളം കൊണ്ടിട്ട് അവർ പോയി. അപ്പോൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് നമ്മളെ കിച്ചണിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മൾ ബീഫെല്ലാം കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ കുതിർക്കാൻ വെച്ച ഈത്തപ്പഴവും പിന്നെ കാഷ്യൂനട്ടും ഇല്ലേ, അതിൻ്റെ കൂടെ കുറച്ച് ഓട്സും ചേർത്തു. പിന്നെ ഞാൻ കുറച്ച് പാൽപ്പൊടിയും ചേർത്തു. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഹെൽത്തി സ്മൂത്തി ഒന്നും അല്ല കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സ്മൂത്തിയാണിത്. ടേസ്റ്റ് ഇല്ലാതെ എന്താ ഒരു ജീവിതം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റിൽ എന്തെങ്കിലും സാധനം കഴിച്ചാലല്ലേ നമുക്കൊരു ഉഷാറ് വരുള്ളൂ. അല്ലാണ്ട് ഈ പുല്ലും ഇതും ഒന്നും കഴിച്ചാൽ എനിക്ക് ശരിയാകത്തില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ബീഫ് കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വൈകുന്നേരം പല്ല് കെട്ടാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മൾ പല്ല് കെട്ടാൻ പോയിട്ട് പോകാൻ വേണ്ടി സെറ്റായിട്ടുണ്ട്. ഏകദേശം 3:45-4 മണിയാകുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. കുട്ടികൾ വരാൻ സമയമാവുന്നേ ഉള്ളൂ. കുട്ടികൾ വരുന്ന നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വളാഞ്ചേരിക്ക് എത്താൻ നേരം വൈകും. അപ്പോൾ നമ്മൾ
നമ്മളങ്ങനെ വളാഞ്ചേരിയിൽ എത്തി എൻ്റെ പല്ലൊക്കെ സെറ്റാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ അവിടുന്ന് ഓട്ടോ എടുത്തിട്ട് നേരെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഒരു വൈകുന്നേര സമയത്ത് ഇപ്പം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലവും എനിക്കറിയാം. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഇപ്പാനെ കണ്ടു. ഇപ്പോൾ പറഞ്ഞു നവായി നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയതാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ ഇവിടെ പല്ല് കെട്ടാൻ വന്നപ്പോൾ അതെ ഇപ്പാനെ കണ്ട് ഞങ്ങൾ ചായ കുടിക്കുന്നുണ്ടോ. സോഡ കൊടുത്തു കുട്ടിയെ അതാത് ഇതുകൊണ്ട് കൊടുത്താ പോരെ പ്രശ്നം കഴിഞ്ഞു കണക്ക്. തണുപ്പൊക്കെ അവിടെ പോയി തണുപ്പില്ലാത്ത സോഡ കൊടുക്കുന്നെങ്കിൽ അപ്പോൾ ഞാനും അവിടെ ഒരു മധുരമില്ലാത്തൊരു കാപ്പി പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ പോയിട്ട് എനിക്ക് ഒരു ബിസ്ക്കറ്റും എടുത്തു കൊടുത്തു കേട്ടോ. ഇപ്പോൾ പിന്നെ വെറുതെ ഒരു സോഡ മാത്രമാണ് കുടിച്ചത്. നമ്മളിതിൻ്റെ മുമ്പും ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പാനെ ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പണ്ടൊക്കെ നമ്മൾ ഷെബിനിയും നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ പർച്ചേസിങ്ങിന് വേണ്ടി വരുമ്പോൾ ഇപ്പാനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയും വായ നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതേ ഹോട്ടലിലേക്കാണ് നമ്മളെ കൊടുക്കുന്നത്. ഇത് വളാഞ്ചേരി സ്റ്റാൻഡിൽ തന്നെ അല്ല ഏതോ ഒരു ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ സ്ഥിരം ഇങ്ങോട്ട് വന്നിട്ടാണ് നമുക്ക് കോഫി വാങ്ങിച്ചു തരാം. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഇനി മോളെന്താ ഇനി ചെയ്യുന്ന ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടോ, സായക്കുട്ടിയുടെ വിശേഷങ്ങൾ ചോദിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഇപ്പാക്ക് കാലുമൊരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതെന്തായി എന്നുള്ള വിശേഷങ്ങൾ ഞാൻ അങ്ങോട്ടും ചോദിച്ചു. പിന്നെ വീട്ടിലത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയും പറഞ്ഞു. അങ്ങനെ കുറേ സംസാരിച്ചു. ഏകദേശം ഒരു 6 മണിയായപ്പോൾ എനിക്ക് ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ബസ് ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറേ നേരം ബസ്സിന് വേണ്ടി കാത്തു നിന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. ഞാൻ ബസ്സിൽ കയറുന്ന വരെയും ഇപ്പോൾ അവിടെ തന്നെ സ്റ്റാൻഡിൽ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇപ്പം കണ്ടപ്പോൾ. കുറേ കാലത്തിന് ശേഷം കണ്ടതല്ലേ. നമ്മൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 22 കൊല്ലമായി. ആ 22 കൊല്ലം കണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് ഇപ്പാനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇപ്പാക്കും അതെ കേട്ടോ നമ്മളെ കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ഞാനിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 7-7:30 മണി സമയമായി. അപ്പോൾ എനിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കണമെന്ന് കുറേ ദിവസമായിട്ട് തുറന്നുന്ന ആഗ്രഹം കേട്ടോ. ഈ പെരുന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ഞാൻ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കരിമ്പ് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് അത് ഇരുന്ന് കുടിച്ചു. നമുക്ക് എന്താ പറയുക, നമുക്ക് മനസ്സമാധാനത്തോടെ നമ്മുടെ പോക്കറ്റിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങിച്ചിട്ട് കുടിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ അതൊരു സുഖമുള്ളൊരവസ്ഥയാണ്. വീട്ടിൽ പലതരം പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഓരോരോ പേഴ്സണൽ കാര്യങ്ങളല്ലേ. പേഴ്സണൽ കാര്യങ്ങൾ അതിൻ്റേതായ പാട്ടിന് വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ ഞാനാണെങ്കിലും എൻ്റെ കുട്ടികളാണെങ്കിലും സന്തോഷത്തിലാണ്, അവിടെ ഉള്ളവരും സന്തോഷത്തിലാണ്. എല്ലാവർക്കും ജീവിക്കുമ്പോൾ സന്തോഷമല്ലേ വേണ്ടത്. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ നിമിഷം മാത്രമേ ഉള്ളൂ. നാളെ എന്താവും എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. ഇനി നാളെ എന്താണെങ്കിലും നമുക്കത് ഞാനെല്ലാം പഠിച്ചവൻ്റെ കൈക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ജീവിക്കുന്ന സമയത്തോളം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വിശേഷമായിട്ട് ഉടനെ വരാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.